ഹായ് ഫ്രണ്ട്സ്, ആനി സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ട് കണ്ടോ കൂട്ടുകാരെ? നമുക്കതിൽ നിന്ന് കുറച്ച് പറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് പഴുക്കും, പുള്ളിയില്ലാത്ത സ്റ്റാർ ഫ്രൂട്ടാണത്. ഇതിന് നല്ല മധുരമാണ് പഴുത്ത് കഴിഞ്ഞാലായിട്ട്. അപ്പം നമ്മൾ അത് കുറച്ച് പറിച്ചെടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ പോവാണ്. ജ്യൂസ് ഉണ്ടാക്കാൻ നമുക്ക് ഈ സ്റ്റാർ ഫ്രൂട്ട് പച്ചനെ കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ് കുറയും. നോർമലാകാൻ അത് മതി, കഴിച്ചാൽ മതി. പച്ചനെ കഴിക്കണം. പഴുത്ത് കഴിഞ്ഞാൽ ഇതിന് മധുരമാണ് ഉണ്ടാവണത്. അപ്പോൾ ഞാൻ സ്റ്റാർ ഫ്രൂട്ടൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ വരമ്പ് പോലെയുള്ള ഭാഗം കട്ട് ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് അത് ചേർത്ത് കൊടുക്കുകയാണ്. മിക്സിയിൽ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടി ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചതച്ചിടണം, അല്ലെങ്കിൽ അത് അരയാതെ കിടക്കും. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഷുഗറൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ പഞ്ചസാര ചേർക്കാതെയും അരിച്ചെടുക്കാം. അങ്ങനെ ജ്യൂസ് നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനതൊരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരിച്ചെടുത്തു. അതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് എടുത്തിട്ട് അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് അത് കുറച്ചുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു, ഇതുപോലെ ആക്കിയെടുത്തു. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായംപൊടിയാണ്. കായംപൊടി ചേർത്ത് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, പിന്നെ 1 സ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഉള്ളവർ അത് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സാദാ മുളക് പൊടി ആയാലും മതി. പിന്നെ നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം, എല്ലാ ഭാഗത്തേക്കും അതാകാൻ വേണ്ടിയായിട്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വിനാഗിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് കടുകെണ്ണയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോഴായിട്ട് കുറച്ച് നാളായിട്ട് വീട്ടിൽ എല്ലാവർക്കും കടുകെണ്ണയിലുള്ള അച്ചാർ ഇഷ്ടമായതുകൊണ്ട് കടുകെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉലുവയും ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് കടുകും ഉലുവയും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെള്ളുള്ളിയൊക്കെ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ പുരട്ടി വെച്ചിരിക്കുന്ന സ്റ്റാർ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ചേർക്കുന്നത് കടുകും ഉലുവയും അച്ചാർ പൊടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അച്ചാറിലിടാനായിട്ട് ഞാൻ കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായി യോജിപ്പിച്ചു. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. ഈ സ്റ്റാർ ഫ്രൂട്ട്സിന് ഒട്ടും പുളിയില്ല, അതുകൊണ്ട് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഇനി വിനാഗിരി ഉപയോഗിക്കാത്തവരാണെങ്കിൽ നമ്മൾ സാമ്പാറിലിടുന്ന പുളി കുറച്ച് പിഴിഞ്ഞെടുത്തിട്ട് അത് ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.